ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്കേപ്പ് മല്ലു ആൻഡ് നിഖിൽ. ഗൈസ് 2-3 ദിവസമായിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇതിനെ നോക്കി ചെറിയതാ ഗൈസ്, നോക്കൂ. അപ്പം നാളൊരു കുഞ്ഞു പീസാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഗൈസ് ഞാൻ വെച്ച് നോക്കുമ്പോൾ കണ്ടന്റ് ഒട്ടും ഇല്ല. ഫുൾ ഡേയ്സ് ബോറിങ് ആൻഡ് വോക്കിംഗ് ഷിഫ്റ്റ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ബാഡായിരുന്നു ഭയങ്കരമായിട്ട്. അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. സോ നമ്മൾ രാവിലെ എണീറ്റു, വർക്കൗട്ട് ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്തു. സോ ഇറ്റ്സ് ടൈം ടു വർക്ക്. ബട്ട് അവിടെ ഒരു സീനുണ്ട്. എനിക്കിന്നിപ്പോൾ ആലപ്പുഴയിലോട്ട് പോകണം. ഞാനിപ്പോൾ കോട്ടയത്താണ്. എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി എനിക്കിന്ന് ആലപ്പുഴയിലോട്ട് പോകണം. സോ ഞാൻ ആലപ്പുഴയിലോട്ട് പോകാൻ വേണ്ടി റെഡിയാകാണ്. ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ട്. സോ റെഡിയായിട്ട് നമുക്ക് നേരെ ബാഗും പാക്ക് ചെയ്ത് നേരെ യെസ് ഗൈസ്, ഇപ്പോൾ നമ്മൾ റെഡിയായി. യെസ്, ഇപ്പോൾ നമ്മളിപ്പോൾ ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ബസ് കയറി ഇനിയിപ്പോൾ വൈക്കം ടു ആലപ്പി. എന്തൊക്കെ പറഞ്ഞാൽ 2 മണിക്കൂർ ഇനി പോസ്റ്റാണ്. ഗൈസ്, നമ്മളിത് നമ്മുടെ വീടിൻ്റെ പുറകിലുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ 2 പേരും കൂടെ ഇത് ഇവിടേക്കൊന്ന് വൃത്തിയാക്കി. വൈകുന്നേരത്ത് ചുമ്മാ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയായി. ചുമ്മാ ഞങ്ങൾ ഇവിടെ ചവറൊക്കെ വൃത്തിയാക്കി. ഇതൊരു മാവിൻ്റെ പുറകിലായിട്ട്, അതായത് ഒളിച്ചിരിക്കുന്ന സ്ഥലം, ആർക്കും പെട്ടെന്ന് കാണാനൊന്നും പറ്റത്തില്ല. സ്പോട്ടാണ്, നൈസ് സ്പോട്ടാണ്. അവിടെ ഇരുന്ന് കാണുന്ന വ്യൂ നൈസാണ്. ഫുള്ള് ഇങ്ങനെ നല്ല രസമാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ കുറച്ചോട്ട് കാണിച്ചിരുന്നു. നമുക്ക് ഇതാണ് അകത്ത് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം. ലൈക്ക് ഒരു മോങ്ക്. എന്തായാലും ഇത് കിട്ടുമായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളിത് ചെയ്തു. ഈവനിങ് നൈസ് വൈബായിരുന്നു ഗൈസ്. ഇപ്പോൾ സമയം ഒരു 8:20 ആയിട്ടുണ്ട്. സോ ഞാൻ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് ഒരു 90 days, അതായത് 3 months ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് ഫോളോ ചെയ്യാൻ പോകും. അതായത് ഞാൻ അതിനകത്ത് എൻ്റെ സ്ലീപ്പും കാര്യങ്ങളൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ആൻഡ് നമ്മളിനി മുതൽ അങ്ങോട്ടുള്ള 90 days ഒരു ചലഞ്ച് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ 90 days നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടും. അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ, നമ്മളിതിനകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ഇതിലൊരു ഗ്രീൻ കളറും ഉണ്ട്, ബ്ലൂ കളറുണ്ട് ആൻഡ് ഓറഞ്ച് കളറും ഉണ്ട്. ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യണം. അതായത് ഈ ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഗ്രീൻ കളേഴ്സുള്ള സാധനം നമ്മൾ ആദ്യം തന്നെ ചെയ്യണം. ആൻഡ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ബ്ലൂ കളേഴ്സ്. ആൻഡ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആൻഡ് ഓറഞ്ചിലും. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ, വർക്കൗട്ട് ആൻഡ് 4 extra ഡെയിലി പഠിക്കുന്നത്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡെയിലി ഒരു 1500 rupees ഉണ്ടാക്കുന്നത്. ഞാൻ അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടാണ്. അധികം വർക്ക് ലോഡിൻ്റെ ആവശ്യമില്ല. ഒരു 1500 rupees ഉണ്ടാക്കണേ. പിന്നെ വർക്ക് വിത്തൗട്ട് ലുക്കിംഗ് ക്ലോക്കൊക്കെ അത് പണിയെടുക്കാൻ പോകണം നമ്മളൊരു 90 ദിവസത്തേക്ക്. സോ അങ്ങനെ. പിന്നെ $1 million മൈൻഡ് സെറ്റ് പ്രാക്ടീസ് നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്താലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. സോ ഞാൻ അതും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോ ട്രേഡ്സ്. അത് നമുക്ക് നല്ലൊരു ട്രേഡ് വന്നാൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഒരു എൻട്രി ഒരു ദിവസം നമ്മൾ ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. സൈക്കോളജി പരമായിട്ടുള്ള ട്രെയിനിങ്സും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, അതും പറയാം. പിന്നെ നമ്മൾ ഡെയിലി ജേർണൽ ചെയ്യുന്നുണ്ട്. പിന്നെ 10 pages, അതായത് നമ്മൾ മിനിമം ഒരു ദിവസം ഒരു 10 pages എങ്കിലും വായിക്കണം. അതും ചെയ്യേണ്ടതാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1 movie. ദാറ്റ്സ് മൈ റിലാക്സ് ടൈം. ഫോക്കസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. സോ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് 90 days ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആളുകളായിട്ട് ഞാൻ മിങ്കിൾ ചെയ്യുന്നില്ല. മാക്സിമം മാറിയുന്ന ഒരു ഗോസ്റ്റ് ആൻഡ് ഡിസപ്പയർ മോഡലിൽ നിന്ന് വർക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് 90 days. ആൻഡ് ഇനി അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കണക്കത്തെ എന്തെങ്കിലും പ്രോഗ്രാംസ് വരുവാണെങ്കിൽ ഒക്കേഷണലി അതും മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ആൻഡ് 90 days ടാർജറ്റ്. നമ്മുടെ 90 days എൻ്റെ ടാർജറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബൈക്ക്, ഒരു 3 outfits, പോഡ്കാസ്റ്റ് മൈക്ക്, 3 habits, ന്യൂ സ്കിൽ, അതുപോലെ തന്നെ റീഡിങ് അറ്റ്ലീസ്റ്റ് 2 books ആൻഡ് സ്റ്റാർട്ടിങ് ബിസിനസ്. ആൻഡ് വി ഹാവ് 12 weeks ഓൾസോ. അപ്പോൾ 12 weeks കൊണ്ട് നമുക്ക് റിസൾട്ട് ചെയ്യണം. അപ്പോൾ സ്കിൽസിനകത്ത് ഞാനിപ്പോൾ ഇതിനകത്തൊരു 3 sections ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ടെക്നിക്കൽ അനലൈസിസ് ആൻഡ് ടൈം ഫ്രെയിം ചെയ്യണം,
പിന്നെ മിസ്റ്റേക്സ് വരണം. ഇതാണ് എൻ്റെ സ്കില്ലിനകത്ത് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ചെയ്യേണ്ട ഡെയിലി സാധനങ്ങൾ ഇത് നമ്മൾ വീക്ക്ലി ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ കാര്യങ്ങളെയൊക്കെ. ഇതേപോലെ ഞാൻ ട്രേഡിങ്ങിൻ്റെ റോഡ് മാപ്പും കൂടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അങ്ങനെ റിസൾട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളതുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഫിറ്റ്സിനകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കുറച്ച് സാധനങ്ങളോ ഐറ്റംസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ 90 ഡേയ്സിൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങോട്ടുള്ള ഡേയ്സ് ഒക്കെ ഓർഗനൈസ്ഡ് ആൻഡ് സ്ക്രിപ്റ്റ് ആയിരിക്കും. അന്ന് ചെയ്യുന്ന ഫുൾ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് എല്ലാ ദിവസവും ഇനി ഇടുന്നതായിരിക്കും. സോ ഈ വീഡിയോ തൊട്ടിഞ്ഞ് നമുക്ക് റെഗുലർ ആയിട്ട് വീഡിയോ പ്രതീക്ഷിക്കാം. വോയിസ് നോ ഒരു ദിവസം പോലും മുടക്കില്ല. ആൻഡ് നമ്മൾ ഇനി മുതൽ അങ്ങോട്ടുള്ള 90 ഡേയ്സിൻ്റെ ഒരു ചലഞ്ച് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ 90 ഡേയ്സ് നമ്മൾ